ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന സ്വീറ്റ് മക്രോണിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യത്തെ ഞാനൊരു മിക്സിയിലേക്ക് ബനാന നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ബനാന നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ബനാന നല്ലോണം അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പൊ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം. ഇതാ ഞാൻ പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് കണ്ടെത്തിയ റെസിപ്പിയാണ് കേട്ടോ ബനാന സ്വീറ്റ് മക്രോണി. അതിലേക്ക് ഞാനിടുന്നത് ഉപ്പാണ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച നമ്മളെ ബനാന നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് വെച്ച് നമുക്ക് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പില് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഡ്ഡലി ചെമ്പിന്റെ മുകളിൽ നമുക്കൊരു വാഴണ്ടിയിൽ നമുക്ക് വാട്ടിയിട്ട് വെച്ചെടുക്കാം. നമ്മൾ ഒരു പാലും കവറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച ആ മാവ് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്ല പാലും കവറിലേക്ക് നമുക്കൊന്ന് ഇതാക്കി നിറച്ചെടുക്കാം. ആ മാവ് നമ്മൾ പാലും കവറിലേക്ക് നിറച്ചെടുക്കുന്നുണ്ട്. ഇനി ആ പാലും കവറിന്റെ നമ്മളെ തുമ്പത്ത് ഒരു ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ഓട്ട. നമ്മൾ ജിലേബിക്കൊക്കെ എങ്ങനെയാ ആക്കണം അതേപോലെ നമുക്ക് ഈ മാവ് ഒന്ന് ഇതാക്കി കൊടുക്കാം. നമുക്ക് ജിലേബിന്റെ പോളൊന്ന് അമ്മക്കി മാവ് ഒന്ന് വാഴയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ ഒരു ജിലേബിനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചെടുക്കട്ടെ അതിക്ക്. നമുക്ക് നല്ലോണം മൂടി വെച്ചെടുക്കാം. ഇതൊന്ന് ആവിയിലൊന്ന് വെന്തോട്ടെ. അപ്പൊ ആവിയിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണാക്കാം, പറ്റ ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസിലാക്കാം. അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി, പിന്നെ തേങ്ങ, നാളികേരം, ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കായ പഞ്ചസാരയും പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മൾ ആ സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ബനാന സ്വീറ്റ് മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.